ഡിയർ ഫ്രണ്ട്സ്, നമസ്തേ. എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ വീണ്ടും പഴമയിലേക്ക് ഒരു യാത്ര പോവുകയാണ്. ഇതെന്താണെന്ന് ആർക്കെങ്കിലും പിടികിട്ടിയോ? സാധ്യതയില്ല. കാരണം ഇന്ന് ഇതാരും ഉപയോഗിക്കുന്നതേ ഇല്ല. ഇതിൻ്റെ പേരാണ് അടിക്കൊട്ട. തെങ്ങ് ഓല ഉപയോഗിച്ചാണ് നമ്മൾ അടിക്കൊട്ട ഉണ്ടാക്കുന്നത്. ഈ അടിക്കൊട്ട എന്തിനാണ് ഉപയോഗിക്കുന്നതെന്നല്ലേ? നമ്മൾ പണ്ട് പറമ്പിൽ മഴവെള്ളം സംഭരിക്കുന്നതിനായിട്ട് അല്ലെങ്കിൽ മഴവെള്ളം ഒലിച്ചു പോവാതിരിക്കാൻ വേണ്ടി വരമ്പ് കെട്ടുമായിരുന്നു. ഇനി അല്ലെങ്കിൽ തന്നെ നമ്മൾ പറമ്പിന് ചുറ്റും കയ്യാലകൾ കെട്ടുമായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ ഒരിടത്തുനിന്ന് മണ്ണ് കോരിയെടുത്ത് മറ്റൊരു സ്ഥലത്തേക്ക് അത് കൊണ്ടിടാനും, അല്ലെങ്കിൽ നനഞ്ഞ മണ്ണ് ചെളി കുഴച്ചത് കോരിയെടുത്ത് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന കയ്യാലയിലോ വരമ്പിലോ തേച്ച് പിടിപ്പിക്കാനോ ഒക്കെയാണ് ഈ അടിക്കൊട്ട ഉപയോഗിച്ചിരുന്നത്. ഇന്ന് അടിക്കൊട്ടയൊന്നും എവിടെയും ഉപയോഗിക്കുന്നില്ല. ഇന്നും അടിക്കൊട്ട നിർമ്മിക്കാൻ അറിയാവുന്ന ഒരു ചേട്ടനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നാണുവേട്ടനും നാണുവേട്ടൻ്റെ സുഹൃത്ത് ശ്രീ നാരായണൻ അവർകളും കൂടിയാണ് നമുക്ക് അടിക്കൊട്ട ഉണ്ടാക്കി തരാനായിട്ട് ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. അടിക്കൊട്ട ഉണ്ടാക്കാനായിട്ട് പച്ചോലയാണ് ഉപയോഗിക്കുന്നത്. പച്ചോല വളരെ സ്റ്റിഫായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിനൊരു വഴക്കം വരണം, ഈർക്കലിക്കും നടുവിലെ മടൽ ഭാഗത്തിനും ഒക്കെ. അതിനുവേണ്ടി ഓലയൊന്ന് വാട്ടണം. അതാണ് നമ്മുടെ നാണുവേട്ടൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓല നന്നായി വാടിയ ശേഷം അടിക്കൊട്ട നിർമ്മാണത്തിലേക്ക് കടക്കുന്നു. അടിക്കൊട്ട പല വലുപ്പത്തിലുണ്ടാക്കാം. നമുക്ക് വേണ്ട വലുപ്പത്തിനനുസരിച്ച് ഓലക്കണ്ണികളുടെ എണ്ണം തിട്ടപ്പെടുത്തിയാണ് ഓല വെട്ടിയെടുക്കുന്നത്. വെട്ടിയെടുത്ത ഓലക്കഷണം 2 ഭാഗങ്ങളാക്കി പകുത്തെടുക്കുന്നു. അതിൻ്റെ നടുവിലെ മടൽ ഭാഗം ചീകി മിനുക്കിയ ശേഷം അടിക്കൊട്ട നിർമ്മാണത്തിലേക്ക് കടക്കുകയാണ്. ഒരുപോലെ സിമ്മെട്രിക്കലായിട്ടുള്ള ഈ 2 ഭാഗങ്ങൾ ഒന്നിച്ച് യോജിപ്പിച്ച് വെച്ച് അടിക്കൊട്ടയുടെ ബേസ് ഉണ്ടാക്കിയെടുക്കുകയാണ് നമ്മുടെ നാണുവേട്ടൻ. ഓലക്കണ്ണികളെ അങ്ങോട്ടും ഇങ്ങോട്ടും പിണച്ച് മെടഞ്ഞെടുത്ത് ഈ 2 കഷ്ണങ്ങളെ ചേർത്ത് നിർത്തുകയാണ്. അവിടുന്ന് അങ്ങോട്ട് ഓരോ ഓലക്കണ്ണിയായി ഇപ്രകാരം മെടഞ്ഞെടുത്ത് അടിക്കൊട്ട നിർമ്മാണം അങ്ങനെ പുരോഗമിക്കുന്നു. മെടഞ്ഞ ഓലക്കണ്ണികളെ ഒട്ടും അകലമില്ലാത്ത വിധത്തിൽ അടുപ്പിച്ച് നിർത്തലാണ് അടുത്ത പടി. പഴയ തലമുറയുടെ ആത്മാർത്ഥത കണ്ണു നിറയിക്കുന്നതാണ്. മേശയോ കസേരയോ ഒന്നും വേണ്ട, നിലത്ത് തന്നെ ഇരുന്ന് ചെയ്താലേ ഇതൊക്കെ ശരിയാകൂ എന്നാണ് നാണുവേട്ടൻ്റെ പക്ഷം.
2 ഭാഗങ്ങളിൽ മാത്രമല്ലേ മടലുള്ളൂ. 3ാമത്തെ ഭാഗം തുറന്നിരിക്കുകയല്ലേ. അതിനെ അടച്ചെടുക്കലാണ് അടുത്ത പണി. ഇതൊക്കെ കണ്ടു മനസ്സിലാക്കിയേ പറ്റൂ. വാക്കുകൾ കൊണ്ട് വർണ്ണിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ്. നാട്ടറിവുകളുടെ ലോകത്തെ അമൂല്യ സമ്പത്താണ് നാണുവേട്ടനെ പോലുള്ള വ്യക്തികൾ. അതുകൊണ്ട് വീഡിയോ ഒട്ടും തന്നെ എഡിറ്റ് ചെയ്യാതെയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. എന്നെങ്കിലും ആർക്കെങ്കിലും ഒരു അടിക്കൊട്ട ഉണ്ടാക്കണമെന്ന് തോന്നിയാലോ. അടിക്കൊട്ടയുടെ 3ാമത്തെ വശവും തയ്യാറായി കഴിഞ്ഞു. അടിക്കൊട്ടയ്ക്ക് 2 പിടിയും ഉണ്ടാവും. ഇനി അങ്ങോട്ട് അതിൻ്റെ തുടർച്ചയായി തന്നെ പിടി നിർമ്മിക്കലാണ്. ഒരു വശത്തെ പിടി നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാണുവേട്ടൻ. ഓല പോരാതെ വരുമ്പോൾ കൂടുതൽ ഓലക്കണ്ണികൾ കൂട്ടിച്ചേർത്ത് വീണ്ടും മെടയൽ തുടരുന്നു. പിടിക്ക് വേണ്ട അളവിൽ മെടഞ്ഞു കഴിയുമ്പോൾ അതിനൊരു കെട്ടിട്ട് മെടഞ്ഞ ഓലയുടെ ഇടയിലൂടെ പുറത്തേക്കെടുത്ത് ഉറപ്പിക്കുകയാണ്. ഇനി അതേ രീതിയിൽ 2ാമത്തെ വശത്തെയും പിടി നിർമ്മിക്കുകയാണ്. കെട്ടിട്ട ശേഷം മറുഭാഗത്തെ അതേ അളവിൽ ഓലക്കണ്ണികളുടെ എണ്ണമെടുത്ത ശേഷം വിടവിലൂടെ പുറത്തേക്കെടുത്ത് ആ പിടിയും ഉറപ്പിച്ചു. കോടി കോടി നമസ്കാരം നാണുവേട്ട, നമ്മുടെ പഴമ കാത്തു സൂക്ഷിക്കുന്നതിന്. ഇതിന്റെ പേരെന്താ? അടിക്കൊട്ട. അടിക്കൊട്ട. പണ്ടുകാലത്ത് മതിൽ കെട്ടുമ്പോൾ അതിന് മണ്ണ് ഊരിയിട്ടിങ്ങനെ അടുപ്പിലാക്കുന്ന സാധനം. പുറത്ത് പെരുമഴയായിരുന്നു. നാണുവേട്ടൻ്റെ സുഹൃത്ത് അടിക്കൊട്ടയുടെ ഉപയോഗ രീതികളെക്കുറിച്ച് പറഞ്ഞു തന്നതെല്ലാം മഴയിൽ ഒലിച്ചുപോയി. ഈ സാധനത്തിന്റെ ഉപയോഗം ഇതാണ്. ഇപ്പൊ നമ്മൾ ആരും മണ്ണിന്റെ കളി ഇല്ലല്ലോ, അതുകൊണ്ടാണ് ഇത് ഉപയോഗിക്കാതെ. ഇൻഫർമേഷൻ ടെക്നോളജി അഥവാ IT യുഗത്തിൽ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ എന്ത് പ്രസക്തി എന്ന് ചിന്തിക്കുന്നവരോട് ITK എന്നൊരു കാര്യം കൂടിയുണ്ടെന്ന് ഓർമ്മപ്പെടുത്തിക്കൊള്ളട്ടെ. ഇൻഡിജിനസ് ടെക്നിക്കൽ നോളജ്, ചുരുക്കി പറഞ്ഞാൽ നാട്ടറിവുകൾ. പഴമയെയും നാട്ടറിവുകളെയും ഒരല്പമെങ്കിലും മാനിച്ചിരുന്നെങ്കിൽ പ്രകൃതി നമ്മളോട് ഇത്രമേൽ പിണങ്ങില്ലായിരുന്നു എന്ന് മാത്രമേ പറയാനുള്ളൂ. നന്ദി, നമസ്കാരം.